നമ്മളെല്ലാവരുടെയും എപ്പോഴുള്ള ആഗ്രഹമാണ് നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളടുത്ത് എപ്പോഴും സത്യസന്ധരായിരിക്കുക എന്നുള്ളത്. നമുക്ക് കിട്ടുന്ന പാർട്ണർ ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരെ നമ്മൾ എപ്പോഴും നമ്മുടെ ഹോണസ്റ്റ് ആയിട്ടൊക്കെ ഒരു ബിഹേവ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ ആഗ്രഹിക്കുക അല്ലെ. ഏതൊരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിയാണ് നമുക്ക് കൂടെ വേണ്ടതെന്ന് ചിന്തിക്കുള്ളൂ. നമ്മളും എത്രത്തോളം സത്യസന്ധരാവണം, അപ്പോൾ നമുക്ക് വേറൊരാളും ചിന്തിക്കുന്ന ആ രീതിയിലായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ എത്ര സത്യസന്ധരാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോ കാര്യങ്ങളിലും എന്നും കൂടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ നമ്മൾ സത്യസന്ധരായിട്ടുള്ള ഒരു വ്യക്തി എത്രത്തോളം സത്യസന്ധരാണ്, ആ വ്യക്തി അങ്ങനെ ആണെങ്കിൽ ആ വ്യക്തിയുടെ ക്യാരക്ടറിൽ ഞാൻ ഈ പറയാൻ പോണ 5 കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതാണ് ഞാൻ ഇതിൽ സ്പെഷ്യൽ ആയിട്ട് ഈ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം തന്നെ, നമ്മൾ എല്ലാവരും മറ്റുള്ളവരെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം റെസ്പെക്ട് നമ്മൾ അത്രയും സത്യസന്ധരാണ്, നമ്മൾ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്തായാലും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടാവും. നമ്മൾ അതേപോലെ ആഗ്രഹിക്കുന്നുണ്ടാവും നമുക്ക് റെസ്പെക്ട് വേണം എന്നുള്ളത്. നമ്മൾ മനുഷ്യന്മാരെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമുക്ക് റെസ്പെക്ട് കിട്ടണം എന്നുള്ളത് അല്ലേ. ഏതൊരു വ്യക്തിയാണെങ്കിലും അത് വലിപ്പ ചെറുപ്പോ അല്ലെങ്കിൽ പണമോ ഒന്നും മാനദണ്ഡം അല്ലാതെ നമ്മൾ എല്ലാവരും മനുഷ്യൻ എന്ന നിലയിൽ റെസ്പെക്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ നമ്മൾ തിരിച്ചു കൊടുക്കാനും ബാധ്യസ്ഥരാണ്. എത്ര പേര് കറക്റ്റ് ആയിട്ട് റെസ്പെക്ട് കൊടുക്കുന്നുണ്ടാവും? നിങ്ങൾ ഒരു സത്യസന്ധനായ വ്യക്തിയാണോ? തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അതിന് നിങ്ങൾ പണത്തിന്റെ തൂക്കമോ അല്ലെങ്കിൽ കളറോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ ഒന്നും നിങ്ങൾ മാനിക്കില്ല. നിങ്ങൾ നന്നായിട്ട് ഏത് വ്യക്തിയാലും, അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു സത്യസന്ധനായ വ്യക്തിക്ക് തിരിച്ചും അതുപോലെ തന്നെ റെസ്പെക്ട് കിട്ടുന്നുണ്ടാവും കേട്ടോ. നിങ്ങൾ നല്ല റെസ്പെക്ട്ഫുൾ ആയിട്ട് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു റെസ്പെക്ട് എല്ലാവരിൽ നിന്ന് കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള എന്ത് ഫീലിങ്സ് ആയിക്കോട്ടെ, എന്ത് തോട്ട്സ് ആയിക്കോട്ടെ, നിങ്ങളത് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ശീലിക്കുന്ന ഒരാളായിരിക്കും സത്യസന്ധനാണെങ്കിൽ. നിങ്ങളല്ലാതെ എന്തൊരു ഫീലിങ്സ് ഉണ്ടായി കഴിഞ്ഞാലും എന്തൊരു ഇമോഷൻസ് ഉണ്ടായി കഴിഞ്ഞാലും സപ്രസ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരാളായിരിക്കില്ല. നിങ്ങൾക്ക് എന്ത് തോന്നിയിട്ടുണ്ടോ അത് നിങ്ങൾ ആരോടായാലും പറയൂട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഭയങ്കരമായിട്ട് ഹേർട്ട് ഫീൽ ചെയ്യുക, വിഷമം ഫീൽ ചെയ്യുകയാണെങ്കിലും നിങ്ങളത് നല്ല ഭാഷയിൽ തന്നെ ആ വ്യക്തിയെ കൺവിൻസ് ചെയ്യിക്കൂട്ടോ. ഒരു സത്യസന്ധനായുള്ള വ്യക്തിയാണെങ്കിൽ നല്ല ട്രാൻസ്പെറൻസി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും സത്യസന്ധനായ ഒരു വ്യക്തിയാണെങ്കിൽ. അതിന്റെ കൂടെ തന്നെ പറയാട്ടോ, നമ്മൾ ദേ ആർ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും. കാരണം നമ്മുടെ ലൈഫിൽ എന്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെടുത്തും എന്ത് തുറന്ന് പറയാൻ ഒരു മടി ഉണ്ടാവില്ല. ഒന്നിനും ഒരു മറച്ചു വെക്കില്ല. എല്ലാം സത്യസന്ധമായി തന്നെ സംസാരിക്കുന്ന ഒരാളായിരിക്കും ഒരു സത്യസന്ധനായിട്ടുള്ള വ്യക്തി. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യാം. എന്തൊരു കാര്യം വന്നു കഴിഞ്ഞാലും ആ കാര്യത്തിനെ ഓൺ ദ സ്പോട്ടിൽ അവരുടെ അടുത്ത് പറയാൻ ഒരു മടിയും കാണില്ല കേട്ടോ. അവരുടെ ഉള്ളിൽ അത്രയും ഹോണസ്റ്റ് ആയിരിക്കും. ഒരു പക്ഷേ ഈ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് എന്ന് പറയുന്ന ക്യാരക്ടർ കൊണ്ട് ഈ സത്യസന്ധനായ വ്യക്തിയുടെ ക്യാരക്ടർ എപ്പോഴും ഒരു റോങ് എന്ന രീതിയിൽ പോവാട്ടോ. നമുക്ക് എല്ലാവരുടെ അടുത്തും എല്ലാം ചിലപ്പോൾ ഓപ്പൺ അപ്പ് ആയിട്ട് പറയുമ്പം എല്ലാവരും അത് ഇഷ്ടപ്പെടണം എന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. പക്ഷെ ഒരു സത്യസന്ധനായ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു ഘടകമാണ് ക്യാരക്ടറിൽ അവരെല്ലാം ഓപ്പൺ അപ്പ് ആയിരിക്കും, സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും. അവർക്ക് ഒരിക്കലും അതൊരു ഫീൽ ചെയ്യില്ല കേട്ടോ മറ്റുള്ളവരടുത്ത് പറയുമ്പോൾ. പക്ഷെ അവർ ഭയങ്കരമായിട്ട് മറ്റുള്ളവർ ഹേർട്ട് ചെയ്തൊന്നുമല്ല സംസാരിക്കാം. വളരെ കാം ആൻഡ് ക്വയറ്റിലാണെങ്കിൽ പോലും കേൾക്കുന്ന ആൾക്കാരുടെ ക്യാരക്ടർ എന്താ നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന രീതിയിലായിരിക്കും അവരെ നമ്മളെ കാറ്ററൈസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും. നിങ്ങളിപ്പോൾ സ്ട്രേറ്റ് ഫോർവേഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സത്യസന്ധമായ പേഴ്സൺ ആയിരിക്കും കേട്ടോ. നമ്മളെല്ലാ കാര്യങ്ങളും, അത് വിഷമമുള്ള കാര്യങ്ങളാണെങ്കിലും സന്തോഷമുള്ള കാര്യം എന്തായി കഴിഞ്ഞാലും ഓൺ ദ സ്പോട്ടിൽ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശീലം ഉണ്ടാവും കേട്ടോ. അതോടൊപ്പം തന്നെ അടുത്ത പോയിന്റ് ആയിട്ട് പറയാൻ ഐ കോണ്ടാക്ട് എന്നത്. പലപ്പോഴും നമ്മൾ ഒരുപാട് പേര് സംസാരിക്കുന്ന കേൾക്കാറില്ലേ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കളവ് പറയുന്ന സമയത്ത് നമുക്ക് ഐ കോണ്ടാക്ട് അധികം ഉണ്ടാവില്ല എന്നുള്ളത്. അതൊരു സൈനാണ്. പലപ്പോഴും പോലീസുകാരും അവരൊക്കെ നമ്മൾ കുറ്റം ചെയ്ത ആൾക്കാരുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് കേൾക്കാറില്ലേ, പല ഫിലിമിലും നമ്മൾ കേൾക്കുന്നില്ലേ, കണ്ണുകൾ നോക്കി സംസാരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സത്യസന്ധനായ വ്യക്തിയാണെങ്കിൽ എന്ത് സംസാരിക്കുമ്പോൾ ഒരു കണ്ണുകൾ ഐ കോണ്ടാക്ട് ഭയങ്കരമായിട്ട് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് സംസാരിക്കുന്ന ഒരു വ്യക്തി സത്യസന്ധനായിട്ടാണല്ലോ, ഒരു സത്യമായിട്ടൊരു കാര്യമാണ് നിങ്ങളത് പറയുന്നത്, അതിൽ അവരുടെ വക ഒരു പോളിഷ് ഒന്നും ഇല്ലാതെയാണ് പറയുന്നതെങ്കിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അവർ ഐ കോണ്ടാക്ട് നന്നായിട്ട് വെച്ചായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ഇനി നിങ്ങളും അങ്ങനെ ശീലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. ചില സമയത്ത് ചില ആൾക്കാർക്ക് ഭയങ്കര ഷൈ ക്യാരക്ടേഴ്സ് ആയിരിക്കും, അവർ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ചിലപ്പോൾ മറ്റുള്ളവരുടെ എത്ര സത്യസന്ധനാണെങ്കിലും മറ്റുള്ളവരുടെ കണ്ണിലേക്ക് നോക്കി കോൺഫിഡൻസോടുകൂടെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ പൊതുവെ സത്യസന്ധരായിരിക്കുന്നതിൽ ഈ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അവർ എപ്പോഴും നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ നല്ല കോൺഫിഡൻസോട് കൂടിയാട്ടോ അവർ സംസാരിക്കുക. ദെയർ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ആർ കൺസിസ്റ്റൻസ് എന്ന് പറയും കേട്ടോ. അവർ എന്ത് കാര്യമാണോ പറയുന്നത് അല്ലെങ്കിൽ എന്താണോ അവർ ചെയ്യുന്നത് അത് ഭയങ്കര പ്യുവർ ആയിരിക്കും. അവരതിൽ ഒരു കളത്തരം ചെയ്യാനോ അല്ലെങ്കിൽ കളവ് ചെയ്യാനോ ഒന്നും നിൽക്കില്ല കേട്ടോ. അവർ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾക്ക് വിശ്വസിക്കാം. അവൻ എന്നെ ഇട്ടിട്ട് പോവോ അല്ലെങ്കിൽ ഞാൻ പാതി വഴിക്കായി പോവോ എന്ന് തോന്നേണ്ട ആവശ്യമേ ഇല്ല. ഒരു സത്യസന്ധനായ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അത് ചെയ്തു തന്നിരിക്കും. നിങ്ങളൊരു സത്യസന്ധനായ
സത്യസന്ധനായ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും. അതൊരു സത്യസന്ധനായ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആട്ടോ. നമ്മൾ ഓരോരുത്തർക്കും മറ്റുള്ളവർ നമ്മളെ സ്ട്രെസ് ചെയ്യുന്നത് എങ്ങനെയാ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവര് നമ്മൾ പറയുന്ന കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2 പ്രാവശ്യം ആ ഒരു വ്യക്തിയായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിൽ അത്രയും കറക്റ്റ് ആയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നമ്മൾ പിന്നെ വിശ്വസിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. അതാണ് സത്യസന്ധത തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ആക്ഷൻ എന്ത് കാര്യങ്ങളായിക്കോട്ടെ അവരത് ചെയ്യുമെന്ന് പറയാം, തല പോയാലും അത് അവർ ചെയ്തിരിക്കും. അങ്ങനെ കേട്ടോ സത്യസന്ധരായ ആൾക്കാർ. ഇങ്ങനെയുള്ളവർ കുറച്ച് ധാർമ്മിക ബോധം കുറച്ച് കൂടുതലുള്ള ആൾക്കാരായിക്കോട്ടെ. അവരുടെ എത്തിക്സും അവരുടെ മോറൽസും അതൊരു പ്രിൻസിപ്പിൾ ആയിരിക്കും. അതൊന്നും ഒരു മറികടക്കില്ല. ജമ്മനായി കഴിഞ്ഞാലും തല പോകുമെന്ന് പറഞ്ഞാലും അതിനെ തന്നെ അവർ ഫോളോ ചെയ്തു പോകും കേട്ടോ. ഈ കാരണം കൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര കർക്കശക്കാരാണെന്നും ഈ സത്യസന്ധരായ ആൾക്കാരായിട്ട് മറ്റുള്ള നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അവൻ ഒരിക്കലും നമ്മുടെ ലെവലിലേക്കൊന്നും വരില്ല അങ്ങനത്തെ ഒരു തോന്നൽ ഉണ്ടാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചില കാര്യങ്ങൾ ഇത് വളരെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടേതായ ഒരു മോറലും എത്തിക്സ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ. പക്ഷെ ചില സാഹചര്യങ്ങൾ നമ്മൾ കുറച്ച് അയഞ്ഞൊക്കെ കൊടുക്കേണ്ടി വരും, മനുഷ്യന്മാരല്ലേ. പക്ഷെ ഇങ്ങനെ സത്യസന്ധരായ ആൾക്കാർ ചിലപ്പോൾ ഇതിലൊന്നും ഒരു മാറ്റം അവർ വരുത്തില്ല കേട്ടോ. അവർ അത് തന്നെ ഫോളോ ചെയ്തു പോകും. കാരണം അവർക്ക് അത് മാറ്റം വരുത്തി കഴിഞ്ഞാൽ അവർക്കൊരു വലിയ തെറ്റ് ചെയ്ത പോലെയാണ്. അവർക്ക് അവരുടെ ഉള്ളിനെ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല, അവരുടെ മനസാക്ഷിയെ. അതുകൊണ്ട് അവർ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടാവും കേട്ടോ. ഇതൊരു അവരുടെ ഒരു പ്രത്യേക ഗുണമാണ്. ലാസ്റ്റ് പോയിന്റ് ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർക്ക് അങ്ങനെ കോൺഫിഡൻസോട് കൂടിയും ഭയങ്കര എല്ലാ കാര്യങ്ങളും റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഒന്നിലും ഒരു കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച അവർ വെക്കില്ല. അവരെല്ലാം കറക്റ്റ് റൂൾസിലും കറക്റ്റ് ലോയിലൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും. സത്യസന്ധമായിട്ട് മാത്രമേ എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്തു കൊടുക്കുള്ളൂ, എല്ലാവരുടെ അടുത്തും എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ ചില സിറ്റുവേഷനുകളിലൊക്കെ നമുക്ക് ഈ സത്യസന്ധത എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പാടില്ല, കുറച്ചൊക്കെ നമുക്കൊരു വ്യത്യാസങ്ങൾ വേണമല്ലേ. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ അവരുടെ ലൈഫിൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും കേട്ടോ. അപ്പം അവർ ഭയങ്കരമായിട്ട് ദുർബലപ്പെടുത്തുന്നതും അവിടെ ഈ ഒരു കാര്യമാണ്. അവരിങ്ങനെ സത്യസന്ധമായിരിക്കുന്നത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക്. പക്ഷേ അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു മോറലും അങ്ങനെ ഒരു പ്രിൻസിപ്പിളും ഉള്ളത് അവർക്ക് മാറ്റാൻ പറ്റില്ല. ഞാനൊരു പേഴ്സണൽ ആയിട്ടുള്ള ഉദാഹരണം പറയാട്ടോ. എന്റെ ലൈഫിലൊക്കെ എനിക്ക് തെറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും. അത് പലപ്പോഴും എന്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മയായാലും എന്റെ ആന്റി ആയാലും എന്നോട് പറയാറുണ്ട്, ഈ തെറ്റ് കാണുന്നത് നിന്റെ തെറ്റ് മാത്രമായിരിക്കാം, മറ്റുള്ളവരുടെ ശരിയായിരിക്കും, പക്ഷെ അത് പ്രോപ്പർ തെറ്റാണ്. ഈ സമൂഹത്തിന് മുമ്പ് കാണുന്നത് വലിയ തെറ്റാണ്. എന്നാൽ പോലും അത് ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയാ എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു പേടിയാണ് നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ നമ്മൾ ഈ ഒരു കാര്യം തുറന്നു പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം കണ്ടിട്ട് അത് നമ്മൾ തെറ്റാണെന്ന് പറയുമ്പോൾ, നമ്മൾ തെറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ നോട്ടവും അവർ ചൂണ്ടുന്നത് നമ്മളെ നേരേക്ക് വരും കേട്ടോ. അത് ഭയക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സത്യസന്ധരായ വ്യക്തികൾ പലപ്പോഴും തെറ്റുകൾക്ക് മുമ്പ് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരായിരിക്കാം. ആ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ സമൂഹത്തിലെ മറ്റു പലർക്കും പറ്റാറില്ല. അത് വലിയൊരു പേടി തന്നെയാണ് ഈ ഒരു സത്യസന്ധനായിട്ടുള്ള ആൾക്കാർ കേട്ടോ. അത് ഈ സത്യസന്ധതയിൽ പലപ്പോഴും പല സിറ്റുവേഷൻസിലും എല്ലാവരും സത്യസന്ധരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു കാണിക്കുന്നത് ഈ ഒരു ഭയാട്ടോ. ഈ സത്യസന്ധരായ ആൾക്കാർ ചിലപ്പോൾ മാറി നിൽക്കുന്നുണ്ടാവുക, ചില തെറ്റുകൾ കണ്ടാലും അവർ പ്രതികരിക്കാതെ മാറി പോകുന്നത് ഈ സമൂഹത്തിന് മുമ്പിലുള്ള അല്ലെങ്കിൽ നമുക്ക് അത് നമ്മുടെ ഒച്ച ഉയർത്തിയാൽ നമുക്ക് നേരെ ഒരുപാട് കാര്യങ്ങൾ വന്നേക്കാം എന്നുള്ള രീതിയിൽ തോന്നുന്ന, പലപ്പോഴും നമ്മൾ എത്ര ബോൾഡാണ് ആ വ്യക്തി ഭയങ്കര ഹോണസ്റ്റാന്ന് പറഞ്ഞാൽ പല സിറ്റുവേഷനുകളിലും അവർ സൈലന്റ് ആയി പോകുന്നത് ഈ ഒരു ഭയം കൊണ്ടാട്ടോ. ഈ സത്യസന്ധരായിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഭയം കൂടെ ദുർബലത ഉണ്ട് അവരുടെ ഉള്ളിൽ. കാരണം അവര് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മുമ്പേ അത് സപ്രസ് ചെയ്തിട്ടുണ്ടാവും. ഇത് ചെയ്യാൻ പാടില്ല, നീ തെറ്റുകൾ ചെയ്യുന്ന കണ്ടാൽ ഇങ്ങനെ എപ്പോഴും എപ്പോഴും എടുത്തു ചാടി പറയാൻ പാടില്ല, അത് തെറ്റാണ് എന്നുള്ള ഒരു വോയിസ് എപ്പോഴും കേട്ടിട്ടുണ്ടാവും സത്യസന്ധരായ ആൾക്കാർ. നമ്മൾ പല സ്ഥലത്തും സംസാരിച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ പാരന്റ്സോ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാം, നീ ഇങ്ങനെ എല്ലായിടത്തും ഇത് കയറി പറയരുത് കേട്ടോ, ശരിയാണ് നീ പറഞ്ഞത് ശരിയൊക്കെ തന്നെയാണ്, പക്ഷെ അത് എല്ലായിടത്തും സംസാരിക്കാൻ പാടില്ല, സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് പലപ്പോഴും ഈ സത്യസന്ധരായ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. അത് അവരുടെ ഉള്ളിൽ ഒരു ഭയമായിരിക്കുന്നതും ഉണ്ടാവും കേട്ടോ. ഇതൊക്കെയാണ് എന്റെ ഒരു അറിവ് വെച്ച് സത്യസന്ധരായിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എത്ര പേര് ഇതിൽ സത്യസന്ധരായ ആൾക്കാരാണ്, അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾക്ക് ചുറ്റുമുള്ള എത്ര പേര് നിങ്ങൾക്ക് ഇതുപോലെ ഹോണസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി, നിങ്ങളുടെ ചിലപ്പോൾ ഒരു പാർട്ട്ണറിന് ഇതൊക്കെയാണ് ക്യാരക്ടർ എങ്കിൽ ആ വ്യക്തി എനിക്ക് തോന്നുന്നു ഒരു 80-85% ഓഫ് സത്യസന്ധനായ ഒരു വ്യക്തിയായിരിക്കും. ബാക്കിയുള്ളൊരു സത്യസന്ധരല്ല, അവർക്ക് നന്മയില്ല എന്നല്ല. പലപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഉണ്ടല്ലോ. ചില ആൾക്കാർ കുറച്ച് സെൽഫിഷ് ആയിരിക്കും, ചില ആൾക്കാർ കുറച്ച് ഭയങ്കര സാധുവിന് പാവായ ആൾക്കാർ, എല്ലാം ചണ്ടയും വന്ന് കൊട്ടിക്കോട്ടെ എന്ന് വെച്ച രീതിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക്. ചില ആൾക്കാർ ഇതുപോലെ സ്മാർട്ട് ആയിരിക്കും, ബോൾഡ് ആയിരിക്കും, സത്യസന്ധരായിരിക്കും, ഹോണസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ഓരോരുത്തരും ക്യാരക്ടർ ഉണ്ട്. എല്ലാവർക്കും അവരുടേതായ ക്യാരക്ടർ വളരെ ബ്യൂട്ടിഫുൾ ആണ്. എന്നാൽ മാത്രമല്ലേ നമ്മുടെ സമൂഹത്തിൽ മനുഷ്യർ വ്യത്യസ്തരാവുള്ളൂ. എന്നാലും സത്യസന്ധരായിരിക്കുന്ന വ്യക്തികളുടെ കുറച്ച് ഗുണങ്ങളാട്ടോ ഞാൻ ഇതിൽ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാണ്, ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.